മർക്കടമുഷ്ടി എന്ന് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് മർക്കടം എന്നുള്ള പേരിന്റെ അർത്ഥം പോലും അറിയാൻ സാധ്യതയില്ല. മർക്കടൻ എന്നാൽ കുരങ്ങൻ, മുഷ്ടി എന്നാൽ കൈ. കുരങ്ങൻ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അവന്റെ ബലഹീനതയാണ്. ആ ബലഹീനത അറിഞ്ഞിട്ടാണ് കുരങ്ങനെ പിടിക്കാനുള്ള എളുപ്പവഴി കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് വാവട്ടം കുറഞ്ഞൊരു കുടത്തിനകത്ത് ശർക്കരയോ അല്ലെങ്കിൽ കുരങ്ങിന് ഇഷ്ടമുള്ള ഭക്ഷണം ഇട്ട് വെച്ചു, എന്നിട്ട് ആ കുടം ഒരു കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടാവും. കുരങ്ങനെ ചെറിയ വാവട്ടത്തിലൂടെ കുടത്തിനകത്തേക്ക് കൈ ഇട്ടിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കും. നല്ലതാണെന്ന് കണ്ടാൽ കുരങ്ങൻ പിന്നെ ഒന്നുകൂടി കൈയിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. ആര് വന്നാലും ആ പിടിവിടാതെ കുടത്തിനകത്ത് തന്നെ കൈ ഇടണം. കാരണം ഈ കൈ ഇങ്ങനെ വലിച്ച് എടുക്കാൻ പറ്റാത്ത വിധം ഈ മുഷ്ടി ഇങ്ങനെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വിവരമുണ്ടെങ്കിൽ ആ കൈ അതിൽ നിന്ന് വിട്ടിട്ട് കൈ ഊരിയെടുക്കാവുന്നുള്ളൂ. പക്ഷെ കുരങ്ങൻ്റെ ഒരു സ്വഭാവമാണ് ഈ മർക്കടമുഷ്ടി. അതെന്തു വന്നാലും ജീവൻ പോയാലും ആ ഭക്ഷണ സാധനം കളയാതെ ആ കുടത്തിനകത്ത് ഇങ്ങനെ കൈ പിടിച്ചിരിക്കും. കുടമാണെങ്കിൽ കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഈ കുരങ്ങന്റെ സ്വഭാവത്തെ വിളിക്കുന്നതാണ് മർക്കടമുഷ്ടി. ബൈബിളിൽ ഒരു വചനമുണ്ട്, കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടു. അതായത് പലതവണ ഗുണദോഷിക്കപ്പെട്ടിട്ടും ഒരുപക്ഷെ തകർച്ചയാവാം, അല്ലെങ്കിൽ കനത്ത പ്രഹരമാകാം, ചിലപ്പോൾ വലിയ രോഗങ്ങളാകാം. എന്തു വന്നാലും ദൈവത്തിലേക്ക് തിരിയാത്ത കഠിന ഹൃദയം. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയാണ്, കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ട് മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പതിക്കും. അതായത് അവൻ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം തകർന്നു പോകും. അതുകൊണ്ട് പരിണാമത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ കുരങ്ങന്റെ മർക്കടമുഷ്ടി നമുക്ക് ഉപേക്ഷിക്കാം. ജീവിതത്തിൽ എളിമപ്പെടാം, ദൈവത്തിലേക്ക് തിരിയാം. എപ്പോഴും സന്തോഷം നിറഞ്ഞ നല്ലൊരു ജീവിതം ആശംസിക്കുന്നു.